ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫ്രോക്സ്. എല്ലാവരും വീട്ടിലൊക്കെ തന്നെ ഇരിക്കുമായിരിക്കുമല്ലോ അല്ലേ? ആർക്കും പുറത്തിറങ്ങാനൊന്നും നിവർത്തിയില്ല. വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഗവൺമെൻറ്റും ആരോഗ്യ വകുപ്പും പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം കർശനമായി അനുസരിക്കുക. നമുക്കിതിനെയും അതിജീവിക്കാൻ കഴിയും. അപ്പോൾ ഈ സമയത്ത് ഒരു വീഡിയോ ഇടുന്നത് ശരിയാണോ എന്ന് ഞാൻ രണ്ടു വട്ടം ആലോചിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. കാരണം നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ടി വിയും ഇതുപോലെയുള്ള യൂട്യൂബ് അതുപോലെയുള്ള എന്തെങ്കിലും സ്റ്റിച്ചിങ് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും കയ്യിലുള്ള മെഷീനിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ സാധാരണ മെഷീനിൽ ചെയ്യാൻ പറ്റുന്ന, എന്നാൽ നമുക്ക് വലിയ സ്ട്രെയിനൊന്നും ഇല്ലാത്ത, കട്ടിങ്ങും സ്റ്റിച്ചിങ് ഭയങ്കരമായ കട്ടിംഗ് ഒന്നുമുള്ള അങ്ങനത്തെ ടൈപ്പൊന്നും അല്ലാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 2-3 തരം എംബ്രോയ്ഡറി വർക്കുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സാധാരണ മെഷീനിൽ ചെയ്യാൻ പറ്റുന്നവയുമാണ് ഇതെല്ലാം. അപ്പോൾ കൂടുതൽ പേരുടെ കയ്യിലും ഉള്ളത് ഈ മെഷീൻ ആയതുകൊണ്ടാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇടാമെന്ന് വിചാരിച്ചത്. നമുക്കിപ്പം ഒന്നാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട് ഒരു തുണിയിൽ. അപ്പോൾ ഇതിലെങ്ങനെയാണ് മെഷീൻ വെച്ച് നമുക്കിത് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിലേക്ക് ഈ പൈപ്പിംഗ് ത്രെഡ് ഇല്ലേ, ഇത് നമ്മൾ കഴുത്തിലൊക്കെ പൈപ്പിംഗ് വെക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന ത്രെഡാണ്. ഈ പൈപ്പിംഗ് ത്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇതിൻ്റെ അളവ് നോക്കി മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നത്. അതിന് ഞാൻ ഈ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ആദ്യം ഈ വരച്ചിരിക്കുന്നതിൻ്റെ മീതെ കൂടി ഫാബ്രിക് ഗ്ലൂ ഒന്ന് ചെയ്യും. അതിനുശേഷം ഇത് ഒട്ടിച്ചെടുക്കും. എന്നിട്ട് ഈ ത്രെഡ് കട്ട് ചെയ്തെടുത്ത ഈ ത്രെഡ് ഇതിൻ്റെ മീതേക്ക് വെക്കുന്നു. അപ്പോൾ സാധാരണ മെഷീനിൽ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതുപോലെ മുഴുവൻ സ്ഥലത്തും ഇതുപോലെ ത്രെഡ് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇത് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മളിത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫ്രെയിം അറ്റാച്ച് ചെയ്യാം. നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്ന ഫ്രെയിമാണിത്. അപ്പോൾ സാധാരണ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്നതിൻ്റെ നേരെ റിവേഴ്സ് രീതിയിലാണ് ഇത് വെക്കേണ്ടത്. ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ഈ പോർഷൻ മുകളിലാണ് വരേണ്ടത്. ഇത് നേരെ തിരിച്ചാണ്. ഈ പോർഷൻ താഴെയാണ് വരേണ്ടത്. എന്നിട്ട് ഇത് മേലെ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കാം. തുണി നല്ല ടൈറ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെഷീനിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുത്തണം. ആദ്യം നമുക്കിത് ഈ ഫുട്ട് ഊരി മാറ്റണം. ഇങ്ങനെ ഈ സ്ക്രൂ ഊരിയാൽ മതി. ഫുട്ട് ചേഞ്ച് ചെയ്യുന്ന ഒത്തിരി വീഡിയോസ് ഞാൻ വേറെ ഫുട്ടൊക്കെ ഇടുന്നത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രൂ റിലീസ് ചെയ്തിട്ട് ഈ ഫുട്ടിങ് ഊരിയെടുക്കുക. എന്നിട്ട് ഈ സ്ക്രൂ അതിന്മേൽ തന്നെ ടൈറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ ഫുട്ട് ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ ഈ ടെൻഷൻ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ നോർമൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ വെച്ചിരിക്കുന്നതിലും കുറച്ച് ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്യുക. പിന്നെ വേണ്ട നമ്മുടെ ഈ സ്റ്റിച്ചിങ് സ്പേസ് ഇല്ലേ, ഈ കാണി, ഇത് നോർമലി നമ്മൾ തയ്ക്കുമ്പോൾ ഇവിടെയൊക്കെ വെച്ചിട്ടായിരിക്കും തയ്ക്കുന്നത്. അപ്പോൾ ഇത് നേരെ താഴെ റിവേഴ്സ് ഈ ബ്ലാക്ക് സൈഡ് കാണുന്നുണ്ടല്ലോ, ഏറ്റവും താഴത്തേക്ക് കൊണ്ടുവെക്കും. അത് ബാക്ക് സ്റ്റിച്ചിന് വേണ്ടിയിട്ടുള്ള ബാക്ക് സ്റ്റിച്ച് വരുന്നതാണ് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക്. ഇനിയുള്ളത് നമ്മൾ താഴത്തെ നൂലിടുന്ന നമ്മുടെ സാധാരണ നൂല് തന്നെ ഇതുപോലെ ബോബിനിൽ ചുറ്റിയിട്ട് സാധാരണ ഇടുന്നത് പോലെ, സാധാരണ തയ്ക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ നൂലിടുക. മുകളിൽ വയ്ക്കുന്ന നൂല്, മുകളിൽ ഞാൻ തയ്ക്കുന്നത് ഇതുപോലെയുള്ള നൂലാണ്. ഇത് എംബ്രോയ്ഡറി, മെഷീൻ എംബ്രോയ്ഡറിയുടെ നൂലാണ്. അപ്പോൾ ഈ നൂല് നമ്മൾ സാധാരണ നൂല് ചുറ്റുന്നത് പോലെ ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടാൽ നമുക്ക് തയ്യൽ ശരിയായിട്ട് വരികയില്ല. അതൊരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബൗളിലോ ഒക്കെ നൂലിങ്ങനെ ഇട്ടിട്ട് ഇവിടെയായിട്ട് ഇങ്ങനെ കുറച്ച് അല്പം അകർത്തി വെക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ തന്നെ നൂലിടുന്ന പോലെ ഇവിടെ കൂടി ഇതുവഴി ഇങ്ങനെ നൂലിട്ട് പോവുക. എന്നിട്ട് സാധാരണ നൂലിടുന്നത് പോലെ നീഡിലേക്ക് കടത്തി താഴത്തെ അടിനൂലും വലിച്ചെടുക്കുക. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം. നമ്മളൊരു 6 ആഗ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഈ ഭാഗത്തും ഇതിൻ്റെ ഈ പോർഷനിലും ഇവിടെയായിട്ട് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ മെഷീനിൽ നമുക്ക് 6 ആഗ് സ്റ്റിച്ചിൻ്റെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫ്രെയിം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മൂവ് ചെയ്യിപ്പിച്ചിട്ടാണ് ഈ 6 ആഗ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം വളരെ സ്ലോലിയേ നമുക്കിത് ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം ആ ഒരു ചെയ്യുന്നതിൻ്റെ ആ ഒരു രീതി നമുക്ക് ശരിയായി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആദ്യം നമ്മൾ മെല്ലെ ഇതൊന്ന് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. എന്നാലും വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡല്ല ഇത്. ആദ്യം സൂചി ഒരു പൊസിഷനിൽ കുത്തി അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ഈ നൂലിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ തിക്കായിട്ട് തന്നെ ഈ സ്റ്റിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-3 പ്രാവശ്യം സെയിം പോർഷനിൽ തന്നെ നമ്മൾ തയ്ച്ചാലേ അത് ശരിയായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ.
ഇത് ഇതുപോലെ 6 ആക്സ് സ്റ്റിച്ചിൽ ചെയ്തെടുത്ത ഒരു പിക്ചറാണിത്. അപ്പോൾ നമ്മൾ കൂടുതലും ഒത്തിരി കോംപ്ലിക്കേഷൻ ഉള്ള പിക്ചർ എടുക്കാതെ ചുരിദാറിലൊക്കെ സ്ട്രെയിറ്റ് സ്റ്റിച്ചോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വളവുകളൊക്കെയുള്ള ലീഫ് പോലെയൊക്കെയുള്ള വർക്ക് ചെയ്യാനായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് മുത്തൊക്കെ വെച്ച് ഭംഗിയാക്കുകയും ചെയ്യാം. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് ഞാൻ ഇതുപോലെ ഒരു ചെറിയ ഫ്ലവർ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലും മെഷീനിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെ നൂല് ഞാൻ മേളിലത്തെ നൂല് മെഷീൻ എംബ്രോയിഡറിയുടെ നൂലാണ്. അതൊരു പാത്രത്തിൽ ഇവിടെ മാറ്റി വെച്ചിട്ട് ഇവിടെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇത് കണ്ടോ സ്റ്റിച്ചിങ് സ്പേസ് അത് സെൻറ്ററിലാക്കി വെച്ചിരിക്കുന്നു. പിന്നെ അതുപോലെ ഈ ടെൻഷൻ ലൂസാക്കി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ആദ്യം ചെയ്തതുപോലെ തന്നെ നൂല് പെട്ടെന്ന് ഇറങ്ങി വരാൻ പാകത്തിന്. പിന്നെ ഇനി ചെയ്യേണ്ടത് ഞാൻ ഈ പ്ലേറ്റ് അങ്ങോട്ട് ഇളക്കി മാറ്റുന്നു. ഊരിയെടുത്തിട്ട് ഇതിനുള്ളിലെ ടീത്ത് നമുക്ക് ഇളക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ 2 സ്ക്രൂ ഉണ്ടോ ചെറിയ സ്ക്രൂ ഇത് ഊരി ഈ ടീത്ത് ഇങ്ങ് ഇളക്കിയെടുക്കാം. ഇതുപോലെ ഇങ്ങനെ സ്ക്രൂ ഊരിയിട്ട് ഇതിങ്ങ് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇത് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് പഴയതുപോലെ തന്നെ ഈ പ്ലേറ്റ് ഇട്ട് മുറുക്കാം. അതുപോലെ തന്നെ ഫുഡ് നമ്മൾ ഓൾറെഡി ഊരി മാറ്റിയതാണ് ആദ്യത്തെ ആ രീതി കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതിനും നമ്മൾ ഫുഡ് ഇടുന്നില്ല, ഫുഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ മെഷീനിൽ വരുത്തേണ്ട ചേഞ്ചസ്. ഇനി നമുക്ക് താഴത്തെ നൂല് നമ്മുടെ സാധാരണ സ്റ്റിച്ചിങ് നൂല് തന്നെയാണ് ഇടുന്നത്. കണ്ടോ ഇതുപോലെ തന്നെ ചുറ്റിയിട്ട് നമ്മൾ സാധാരണ ഇടുന്നത് പോലെ തന്നെ ഇട്ട് മുകളിലേക്ക് എടുക്കുക. ആദ്യം നമുക്ക് കണ്ടോ ഇതുപോലെ സൂചി നൂല് ഇങ്ങനെ എടുത്തിട്ട് അടിനൂല് വലിച്ചെടുക്കത്തക്ക രീതിയിൽ എടുക്കുക. എന്നാലേ നമുക്ക് തയ്ക്കാൻ തുടങ്ങാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ഈ ഫ്രെയിം ഇങ്ങനെ ആക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കൺട്രോളിലാണ്. മെഷീനിൽ യാതൊരു കൺട്രോളുമില്ല, നമ്മളാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ബോർഡർ ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഉള്ളിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ ആദ്യം മെല്ലെ മെല്ലെ ചെയ്യുക. നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ആദ്യം കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേതുപോലെയല്ല, മറ്റേത് നമ്മൾ 6 ആക്സ് സ്റ്റിച്ച് പോലെയല്ലേ, അതുകൊണ്ടാണ് സ്ലോ ആയിട്ട് ചെയ്യേണ്ടി വരുന്നത്. ഇത് നമുക്ക് ഫാസ്റ്റായിട്ട് എംബ്രോയ്ഡറി മെഷീനിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഒന്ന് ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അകത്ത് നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം പെറ്റലിൻ്റെ ഷേപ്പ് അനുസരിച്ച് വേണം നമ്മൾ ഫില്ല് ചെയ്യാൻ എന്നുള്ളതാണ്. ഓരോന്നിൻ്റെയും ഷേപ്പ് അനുസരിച്ച് നമ്മൾ തയ്ച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫാസ്റ്റായിട്ട് ഇങ്ങനെ തയ്ച്ചു പോവാം. മെല്ലെ ഫ്രെയിം മൂവ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഓരോ ലീഫും ഫില്ല് ചെയ്ത് പോവുക. ഇതുപോലെ ഫ്ലവർ ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉടുപ്പൊക്കെ ഫ്രോക്കൊക്കെ തയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ഫ്ലവറൊക്കെ നമ്മുടെ സെയിം മെഷീനിൽ കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ആദ്യം കാണിച്ച മെത്തേഡിൽ ഇത്തിരി വലിയ ഫ്ലവറൊക്കെ ആണെങ്കിൽ അതിൻ്റെ ബോർഡർ ഇതുപോലെ തന്നെ കൊടുത്തിട്ട് ഉള്ളിൽ ഇതുപോലെ ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മൂന്നാമത്തെ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഞാനത് ഇതുപോലെ ഒരു പിക്ചർ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്തിരിക്കുന്നത് നമ്മുടെ ക്യാൻവാസ് പേപ്പറിലാണ്. സ്റ്റിഫ് പേപ്പറിലെ നമ്മൾ ചുരിദാറിൻ്റെ നെക്കൊക്കെ കട്ട് ചെയ്യുന്ന ഈ പേപ്പറിലാണ് ഞാനിത് ട്രേസ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇതിനു മുമ്പ് കണ്ട 2 രീതികളും പോലെ അല്ല ഇത് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ തുണിയിലാണ് ഇപ്പോൾ ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട തുണിയിലേക്ക്, അതിപ്പോൾ ചുരിദാറാണെങ്കിലും ഫ്രോക്ക് ആണെങ്കിലും ഒക്കെ തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് ഇത് സ്റ്റിഫ് ആയതുകൊണ്ട് നമ്മുടെ ക്യാൻവാസ് പേപ്പർ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗം ഗ്ലേസിങ് കൊണ്ട് നമുക്ക് അയൺ ചെയ്ത് ഇതിലേക്ക് പിടിപ്പിക്കാം. എന്നിട്ട് നമ്മൾ ഈ വരച്ച ഭാഗം നമുക്ക് കാണത്തക്ക രീതിയിൽ വേണം ഒട്ടിക്കാനായിട്ട്. കണ്ടോ ഇവിടെയല്ല, ഇത് ഈ തിളക്കമുള്ള ഭാഗം തുണിയിലേക്ക് സ്റ്റിക്ക് ചെയ്യുക. നമുക്ക് ഈ പിക്ചർ കാണത്തക്ക രീതിയിൽ ഇത് ഒട്ടിക്കുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. തുണിയുടെ ചീത്ത സൈഡിൽ വേണം ഇത് ഒട്ടിക്കാനായിട്ട്. ഇനി നമുക്ക് ഈ മെത്തേഡ് ചെയ്യുന്നതിന് മറ്റ് 2 മെത്തേഡ് പോലെ ഈ മെഷീനിൽ ചേഞ്ചസ് ഒന്നും വരുത്താനില്ല. നമ്മൾ സാധാരണ തയ്ക്കുന്ന അതേ കണ്ടീഷനിലാണ് നമ്മുടെ മെഷീൻ ഇരിക്കുന്നത്. സ്റ്റിച്ചിങ് സ്പേസൊക്കെ നമ്മൾ സാധാരണ വെക്കുന്നത് പോലെ തന്നെ സ്റ്റിച്ചിങ് സ്പേസൊക്കെ കൊടുക്കുക. മുകളിൽ നമ്മൾ തയ്ക്കുന്ന സാധാരണ നോർമൽ നൂല് അത് ഇടുക. താഴെ ഈ ബോബിനിൽ ഇടേണ്ടതിലാണ് വ്യത്യാസം വരുന്നത്. അത് നമ്മൾ ഈ എംബ്രോയ്ഡറി നൂലില്ലേ, ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്ന നൂല്, ഇതാണ് ഇതിലേക്ക് ചുറ്റേണ്ടത്. ഇത് നമുക്ക് മെഷീൻ വഴി ചുറ്റാൻ പറ്റില്ല. നമ്മൾ കൈകൊണ്ട് തന്നെ ഇതിലിങ്ങനെ ചുറ്റിയെടുക്കുക. ഞാനിവിടെ ഓറഞ്ച് കളറിലുള്ള നൂലാണ് ചുറ്റുന്നത്. ഇതിങ്ങനെ ഫുള്ളായിട്ട് എടുത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് ചുറ്റിയെടുക്കുക. ചുറ്റുമ്പോൾ ഒത്തിരി വലിച്ചു പിടിച്ച് ചുറ്റരുത്. സാധാരണ നമ്മൾ ചുറ്റുന്നത് പോലെ തന്നെ ഒത്തിരി ലൂസും ആകരുത്, ഒത്തിരി ടൈറ്റും ആകരുത്. ആ ഒരു രീതിയിൽ ഇതിങ്ങനെ ചുറ്റി എടുക്കുക.
അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ 2-3 കളർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2-3 കളർ നൂല് അതുപോലെ തന്നെ ബോബിനിൽ ചുറ്റി വെക്കുന്നതാണ് നല്ലത്. ഈ ബോബിനിൽ നൂല് ചുറ്റിയതിന് ശേഷം ഒത്തിരി മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ ചുറ്റരുത്. അപ്പോൾ നമുക്കിത് കടത്താൻ ബുദ്ധിമുട്ടുണ്ടാകും, കാര്യം ഇത് തിക്നെസ് കൂടുതലാണ്. എന്നിട്ട് നമ്മൾ സാധാരണ നൂലിടുന്നത് പോലെ തന്നെ ഇതിനുള്ളിൽ കടത്തി നൂലിങ്ങനെ ഇടയിൽ കൂടി വലിച്ചെടുക്കുക. ഇതിനുള്ളിൽ കൂടി വലിച്ചെടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ട്രെസ് ചെയ്യേണ്ടി വരും, കാര്യം ഇതിൻ്റെ ഇടയിൽ കൂടി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ മറ്റേ ആദ്യത്തെ ഇതിലൊക്കെ ചെയ്ത പോലെ ഇവിടെ ഒരു ചെറുതായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ നിങ്ങളൊന്ന് വലിച്ചു നോക്കുക. അപ്പോൾ ഫ്രീ ആയിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ലേശം ഒന്ന് ലൂസാക്കി കൊടുക്കുക. ബോബിൻ കേസിൻ്റെ ഈ സ്ക്രൂ വളരെ ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കുക. ഇനി നമുക്ക് അടിയിലിടുന്നത് പോലെ തന്നെ സാധാരണ നമ്മൾ ഇടുന്ന പോലെ തന്നെ ഇടുക. മുകളിലത്തെ നൂലും അതുപോലെ തന്നെ സാധാരണ കൊരുക്കുന്നത് പോലെ തന്നെ കൊരുത്തിട്ട് ഇവിടുത്തെ ടെൻഷനൊക്കെ നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന സെയിം ടെൻഷനിൽ തന്നെ കൊടുക്കുക. ഇതുപോലെ അടിനൂല് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം. നമ്മളിതേ ഒട്ടിച്ച് വെച്ചാൽ നമുക്കപ്പോൾ പിക്ചർ കാണാമല്ലോ. ഇപ്പം ഈ പിക്ചറിൽ കൂടി ഇനി നമുക്ക് സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ സ്റ്റിച്ച് ചെയ്ത് പോവുക. ഞാനിപ്പോൾ ആദ്യം ഫ്ലവറാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ഓറഞ്ച് കളർ ഫ്ലവറിനാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നു. ഒരു മീഡിയം സ്പീഡിൽ സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച്, നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഡബിൾ സ്റ്റിച്ച് ഇട്ട് സ്റ്റിച്ച് ചെയ്യുക. ഫ്ലവറൊക്കെ ആകുമ്പോൾ ഒത്തിരി ഇങ്ങനെ വളവുകളൊക്കെ വരുമ്പോൾ ഇതുപോലെ സൂചി കുത്തി നിർത്തിയിട്ട് ഒന്ന് മാറ്റി മാറ്റി കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. സ്ട്രെയിറ്റ് സ്റ്റിച്ചൊക്കെ നമുക്ക് സ്പീഡിൽ സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഫ്ലവറിൻ്റെ പോർഷൻ മുഴുവനും തയ്ച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ നല്ല ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് കാണുന്ന ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഒന്നുകൂടി തിക്നെസ് വേണം എന്നുള്ളവരാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഇതിൻ്റെ വളരെ നിയറായിട്ട്, അതായത് ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൂടി തയ്ച്ചു പോവുക. അപ്പോൾ കുറച്ചും കൂടി തിക്നെസ്സിൽ ഇത് കിട്ടും. ഇനി നമുക്ക് ഈ ലീഫ് നോക്കാം. ഇത് ഞാൻ വേറൊരു കളറിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ഞാൻ വേറൊരു കളർ കൊടുത്തിട്ടുണ്ട്, ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇത് കണ്ടോ, ഇത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഫുള്ളായിട്ട് ചെയ്ത് മുത്തൊക്കെ പിടിപ്പിച്ചാൽ നമുക്ക് നല്ല ഭംഗിയാക്കാം ഉടുപ്പും ചുരിദാറും ഒക്കെ. ഇതുപോലെ ഞാൻ ആ ഫ്ലവർ ഫുള്ളായിട്ട് വരച്ചിട്ട് ചെയ്തെടുത്തതാണിത്. എന്നിട്ട് ഞാൻ മുത്തൊക്കെ തയ്ച്ച് ഒട്ടിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇതുപോലെ ചെയ്ത വർക്കിൻ്റെ ഫുൾ വർക്കാണിത്. ഇത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു രീതി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഈ 3 മെത്തേഡും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സാധാരണ മെഷീനിൽ തയ്ക്കാൻ പറ്റുന്ന രീതികളാണിതെല്ലാം തന്നെ. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.